ഞാൻ എഴുതുന്ന ജേർണലിങ്ങിൽ സിമ്പിളായിട്ട് ഞാനിങ്ങനെ ജേർണൽ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുതൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ജേർണൽ എഴുതിയിട്ട് എനിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്നുള്ളത്. അതിന് ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ആഗ്രഹങ്ങൾ നേടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇൻഫർമേഷൻ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് തരുന്നത് എന്നുള്ളതൊക്കെ. ബിക്കോസ് അതൊരു റിലീജിയൻ ബേസ് ചെയ്തിട്ടാണ് ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഐ എം ക്രിസ്ത്യൻ. അപ്പം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വചനങ്ങൾ ഞാൻ എഴുതുന്ന കാര്യം, അതേപോലെ തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻ്റെ ഒരു വചനത്തിന്റെ കാർഡ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇപ്പോഴും എനിക്കറിയാത്തത്, ഇതിൽ ആർക്കെങ്കിലും അറിയെങ്കിലും എനിക്കൊന്ന് കമന്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പം ഈ ജേർണലിംഗ് എഴുതുന്നതും എന്തെങ്കിലും തെറ്റായ കാര്യമാണോ? ഈ ജേർണലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെ അറിയില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ട് എനിക്ക് തോന്നിയ ബെനിഫിറ്റ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മെത്തഡാണ് പറഞ്ഞത്. കുറേ തരം ജേർണലിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. കാരണം ഞാനും നിങ്ങളെ പോലെ തന്നെ പഠിച്ചവരാണ്. അത് പഠിച്ചു വരുമ്പോൾ എനിക്ക് തോന്നിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഗോഡ് ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ജേർണലിംഗിൽ പലപ്പോഴും ഞാൻ എഴുതാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എഴുതുമ്പോൾ ഞാൻ അതിൽ എഴുതുന്ന ലെറ്റർ ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ജീസസ് എന്ന് പറഞ്ഞ എൻ്റെ ദൈവത്തോടാണ്. അപ്പം ഞാൻ അതിൽ എന്ത് മിസ്ലീഡിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ അതിൽ വചനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ആ വ്യക്തി എനിക്ക് കമന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിൽ ആലോചിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ടോ, തെറ്റ് പറയേണ്ട എന്തെങ്കിലും കാരണമുണ്ടോ? ഞാൻ ജേർണലിംഗ് എഴുതുന്ന കാര്യം എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം എൻ്റെ മെത്തേഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം ആ വീഡിയോ കാണാത്തവരാണ് പോയി കാണാം. അപ്പം ആ ഞാൻ ആലോചിക്കുക ജേർണലിംഗ് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ ഞാൻ തന്നെ ഒന്ന് ചിന്തിച്ചു പോയി കുറച്ച് സമയം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബെനിഫിറ്റ്സിന്റെ വീഡിയോ കുറച്ച് ലേറ്റ് ആയത്. കാരണം എനിക്ക് തന്നെ ഡൗട്ട് ആയി, ദൈവമേ ജേർണലിംഗ് എന്ന് പറയുന്നത് മറ്റുള്ളവർ മിസ്ലീഡിങ് ചെയ്യുന്നതും കാര്യമാണോ, ദൈവമേ ജേർണലിംഗ് എന്ന് പറയുന്നത് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ. പക്ഷെ നമ്മൾ പണ്ടേ മുതൽ തന്നെ നമ്മളെല്ലാവരെയും കുട്ടിക്കാലം തൊട്ടേ സ്കൂളിൽ എഴുതിക്കുന്ന ഒരു കാര്യമാണ് ഡയറി. എന്നിട്ട് നമ്മൾ സ്കൂളിലൊന്നും അങ്ങനത്തെ ഒരു സിസ്റ്റമിനി വേണ്ടല്ലോ ഡയറി എഴുതി. ഇപ്പം എൻ്റെ മോളൊക്കെ കഷ്ടപ്പെട്ട് എഴുതുന്ന ഒരു കാര്യമാണ് ഡയറി. അപ്പോൾ ഡയറി എഴുതുന്ന പോലെയല്ല ജേർണലിംഗ് നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ച് എഴുതുന്ന ഒരു കാര്യമാണ്. അപ്പം അതിന് ഞാൻ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒത്തിരി ഒന്നും എഴുതുന്നില്ല. പണ്ടേ ഞാൻ എഴുതുന്ന ഒരാളെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ബുക്ക് ആവശ്യമാണ്. ആ ബുക്കിൽ ഞാൻ എന്തൊക്കെയോ എഴുതിയിടും, എന്തൊക്കെയോ വരച്ചിടും. അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വയ്ക്കും. അതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജേർണലിംഗ്. ഇപ്പോഴാണ് ഞാൻ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിൽ നമ്മുടെ മൈൻഡിനോട് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം കേട്ടോ. നമ്മുടെ മൈൻഡിനോട് സംസാരിച്ചിരിക്കും. നമ്മൾ തന്നെ അതിൽ നമ്മുടെ ദൈവത്തോട് നമ്മൾ ചിലപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞാൻ അതിൽ തന്നെ ജീസസിനോട് പല കാര്യങ്ങളും ഞാൻ എഴുതാറുണ്ട്, പറയാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ ജേർണലിംഗ് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പോൾ ജേർണലിൻ്റെ മെത്തേഡ് എന്താ, രീതി എന്താ ചോദിക്കുക, എവിടെയും ഒരു റൂളും ഇല്ല കേട്ടോ. ഒരു ജേർണലിംഗ് റൈറ്റ് ചെയ്തതിന് ഒരു റൂളും എവിടെയില്ല. നിങ്ങളോട് തന്നെ എഴുതുന്ന കാര്യമാണ്. ഒരുപാട് മെത്തേഡ് ഓഫ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാണ്, ഇപ്പോൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ അപ്ഡേഷനൊക്കെ എഴുതി വെക്കുന്ന ജേർണലുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിലും അപ്ഡേഷൻസ് ഒക്കെ എഴുതി വെക്കുന്ന ജേർണൽ ചില ആൾക്കാർക്കുണ്ട്. ചില ആൾക്കാർ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അതേപടി എഴുതി വെക്കുന്ന ജേർണലുണ്ട്. എൻ്റെ ഒരു സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപടി എനിക്ക് എന്തോ വിഷമം തോന്നി, സങ്കടം തോന്നി, എല്ലാ കാര്യങ്ങളും എഴുതിക്കൊണ്ടിരുന്ന ഒരു ജേർണലായിരുന്നു. പിന്നീടാണ് എനിക്ക് ചേഞ്ച് ആയി വന്നിട്ടുള്ളത്. എനിക്ക് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഒരു ദിവസം ഞാൻ വിഷമിച്ചാലും ഞാൻ ആ ഡയറി അല്ലെങ്കിൽ ആ ജേർണൽ എടുത്ത് വെക്കുന്നത് എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് എഴുതാനാണ്. എനിക്കതാണ് ഇപ്പോഴും ഇഷ്ടം. അത് ഓരോരുത്തരുടെ വേ ഓഫ് ചോയ്സ് ആണ്, ഏത് രീതിയിലാണ് അത് എഴുതേണ്ടത്, ഒരു റൂൾസും ഇല്ല. പിന്നെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒളിപ്പിച്ച് വെക്കേണ്ടി വരും. കാരണം ആരെങ്കിലൊക്കെ എടുത്ത് വായിക്കോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. പലപ്പോഴും മുന്നേ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യം അതാണ്, ഇതാരെങ്കിലും എടുത്ത് വായിക്കോ എന്നുള്ളത്. ഇതാണ് വലിയൊരു ഡിസഡ്വാൻറ്റേജ്. കാരണം ഇതൊരു ബുക്കാണ്, നമ്മുടെ വീട്ടിൽ എവിടെ വെച്ചാലും ആർക്ക് വേണമെങ്കിലും വന്ന് എടുത്ത് വായിച്ചു നോക്കാം. അപ്പം അത് മാത്രം ഒരു ഡിസഡ്വാൻറ്റേജ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജേർണൽ എഴുതുന്നതിൽ തന്നെ ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയുന്നത് ഒരു ആഭിചാരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രക്രിയ ഒന്നും അല്ല കേട്ടോ. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സൊരു പേപ്പറിലേക്ക് പകർത്താണുള്ളത്. നമ്മുടെ മനസ്സിൽ എന്താണോ ഫീൽ ചെയ്യുന്ന ആ കാര്യങ്ങൾ എഴുതാനുള്ളത്. നമുക്ക് സംസാരിക്കാൻ പോലെ ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവരോടും നമ്മൾ പറയില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവത്തോട് പറയുമായിരിക്കും. എന്നാൽ പോലും നമുക്ക് നമ്മളോട് സംസാരിക്കാം, നമുക്ക് നമ്മളിലേക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണത്. ആ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത് ദൈവമായിട്ട് ഒരു കണക്ഷനും ഇല്ല. നമ്മുടെ മെന്റൽ സ്റ്റാറ്റസുമായിട്ടുള്ള ഒരു കണക്ഷനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മളത് എഴുതുക, നമ്മളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അതുപോലെ അതിലേക്ക് എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ബെനിഫിറ്റ്സിന് മുമ്പേ നിങ്ങളോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ജേർണൽ എഴുതുന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഇത്രയും വലിയ സോൾമേറ്റ് ആയ പാർട്ട്ണർ അടുത്താണെങ്കിൽ നമുക്ക് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. നമുക്ക് ഏത് വേയിലാണ് ആ ഇമോഷൻസ് വന്നിട്ടുള്ള നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിപ്പം അവരോട് പറയുന്ന സമയത്ത് നമുക്ക് അത്രയും ഇന്റൻഷനോട് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു കളവോ അല്ലെങ്കിൽ ആരുടെ നമ്മൾ പറയില്ല, നമ്മളെല്ലാം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊക്കെ പറയാൻ ശ്രമിക്കുള്ളൂ. പക്ഷേ നമ്മളുടെ ജേർണലിംഗിൽ നമ്മളെപ്പോഴും നമുക്ക് എന്താണോ ഫീൽ ചെയ്തിട്ടുള്ളത് അതിലൊരു കളവോ ഒരു ചതിയോ ഒന്നുമില്ലാതെ അതേപോലെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കാരണം നമുക്കിപ്പോൾ ആരോടെങ്കിലും ഒരു ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാര്യം നിങ്ങൾ അടി വഴക്കുണ്ടാക്കി വന്നിട്ട് ശേഷം നിങ്ങൾ അത് എഴുതുകയാണ്. അപ്പോൾ രണ്ട് പേരുടെയും സൈഡായിട്ടൊക്കെ നിങ്ങൾ അത് എഴുതുകയാണെങ്കിലും അത് കറക്റ്റ് വേയിൽ നിങ്ങളെ ഭാഗത്തേക്ക് പോളിഷ്
പബ്ലിഷ് ചെയ്യാതെ എന്താണോ സംഭവിച്ചുള്ളൂ ആ രീതിയിൽ തന്നെ അത് എഴുതാൻ വേണ്ടിയിട്ട് സത്യം പോലെ ജേർണലിങ്ങിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അന്നേരം നമ്മൾ തിരിച്ചത് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിലുള്ള നമ്മളുടെ പ്രോബ്ലംസും സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് മനസ്സിലാൻ പറ്റും. നമ്മുടെ മെന്റൽ ഹെൽത്തിന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എഴുതുന്ന കാര്യം അത്രയും സത്യത്തോടെ ആയിരിക്കണം. നമ്മൾ എഴുതുന്ന കാര്യം അത്രയും ഇത് നമ്മളെ മനസ്സിലാക്കാനുള്ള കാര്യം കേട്ടോ. നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ ചില സമയത്ത് പലരും പറയുന്നുണ്ടാവും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, പക്ഷെ അത് എന്താ ചെയ്തത് എനിക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, വേറെ ഒന്നുമല്ല കേട്ടോ ജേർണലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബെനിഫിറ്റിലെ ആദ്യം പോയിന്റ് തന്നെ പറയാൻ നമ്മൾക്ക് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സെൽഫിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലീഫ് ചെയ്യാൻ ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല. നമ്മൾ പറയാറില്ല നമുക്ക് ആരോടെങ്കിലും ഒന്ന് കുറച്ച് നേരം മനസ്സ് തുറന്ന് സംസാരിച്ചാലെങ്കിലും ഒന്ന് നമുക്ക് സ്ട്രെസ്സിലൊരു റിലീഫ് കിട്ടും എന്നുള്ളത്. കിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ ആരോടെങ്കിലും പോയി സംസാരിച്ച് കഴിഞ്ഞാൽ ചില സമയം അവരുടെ ഭാഗത്തുനിന്ന് ചില ആൾക്കാർ സൈലന്റ് ആയിട്ട് ഇരുന്ന് കേൾക്കും കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും എന്നാലും ഇവൻ എനിക്ക് വേണ്ടി ഒന്നും സംസാരിച്ചില്ലല്ലോ എന്ന്. ഇനി നമ്മൾ ചില ആൾക്കാരുടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരതിൽ എന്തെങ്കിലും അഭിപ്രായം നമുക്ക് നമ്മുടെ ഭാഗമായിട്ട് പറഞ്ഞെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ പിന്നെ കുഴപ്പമില്ല, എന്നാലും കുറച്ചൊക്കെ കേട്ടു തോന്നും. അല്ല നമ്മൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവനും ക്ലിയർ ആകുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു തെറ്റ് ഫീൽ ചെയ്ത് അവനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമായി. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ എഴുതി നമ്മൾ തന്നെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിലീഫ് എന്തായിരിക്കും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞ സമയത്ത് നമുക്ക് സഡൻലി നമുക്കൊരു എന്തെങ്കിലുമൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് എഴുതി വെച്ചിട്ട് നമ്മൾ തിരിച്ച് വായിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത്. ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഞാൻ പലപ്പോഴും സഡൻലി റിയാക്ട് ചെയ്ത് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാറില്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഞാൻ പോയിട്ട് ആരെങ്കിലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും തന്നോളെ എന്ന് പറഞ്ഞിട്ട് അനങ്ങാണ്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ വീട്ടിലല്ല, അച്ഛനമ്മയുടെ അടുത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അല്ലാതെ പുറത്തേക്ക് എനിക്ക് ഭയങ്കര ഫിയറാണ്. ആരെന്ത് പറഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെങ്കിലൊക്കെ സൈലന്റ് ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. കാരണം എനിക്കെല്ലാം പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോഴെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? എനിക്ക് റിയാക്ട് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ഭാഗം ഉണ്ടാവുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ സഡൻലി റിയാക്ട് ചെയ്യുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ റിയാക്ട് ചെയ്യുന്നതും റിയാക്ട് ചെയ്യാതിരിക്കുന്നതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താണോ അതിലേക്ക് എഴുതി വെക്കുന്നത് അപ്പോൾ നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇതൊക്കെ ഞാൻ പഠിച്ചെടുത്ത ക്ലാരിറ്റീസ് ആട്ടോ. ഞാൻ ഇപ്പോഴും സഡൻലി റിയാക്ട് ചെയ്യണമെന്ന് പഠിച്ചെടുത്ത ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ സഡൻലി റിയാക്ട് ചെയ്യുമ്പോഴും അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. സഡൻലി പോയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് അവരെയും ഫീൽ ചെയ്യുന്നുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ അത് എന്നെയും ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട്. ആ ചേഞ്ചസ് വരുത്തുന്നതിൽ പിന്നെയും ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ തന്നെ മനസ്സിലാക്കാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾ പറഞ്ഞാൽ തീരുന്ന് പറയുന്ന കാര്യം നമുക്ക് പറയാൻ ആരും വേണ്ടോ. ജേർണലിംഗിൽ നമ്മൾ ഇരുന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ കുറേ റിലീഫ് അതിൽ നിന്ന് കിട്ടും കേട്ടോ. നമ്മൾ പിന്നീട് അത് തിരിച്ച് വായിക്കുമ്പോൾ ചിലപ്പോൾ ചിരിക്കാനുണ്ടാവും, ചിലപ്പോൾ നമുക്കത് പിന്നെയും പഠിക്കാനുണ്ടാവും. അപ്പോൾ ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇനി ജേർണലിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടാവുന്ന കാര്യം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ നമ്മുടെ ഒരു പേപ്പറിലേക്ക് എഴുതുന്നു. ഇപ്പം നിങ്ങൾക്ക് ആഗ്രഹമുള്ളൊരു കാര്യം, നിങ്ങൾക്കൊരു ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളത്, അത് നിങ്ങൾ എഴുതുന്നതിൽ നിങ്ങളത് ഉൾപ്പെടുത്തണം. എപ്പോഴും ഡെയിലി എനിക്ക് ജോലി കിട്ടണം, എനിക്ക് ജോലി കിട്ടും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും എന്നൊക്കെ രീതിയിൽ നിങ്ങൾ എഴുതുകയാണ്. അത് നിങ്ങൾ കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മളൊരു കാര്യം ചെയ്ത് നമുക്കതൊരു സക്സസ് കിട്ടാതിരിക്കുമ്പോഴുണ്ടാകുന്ന പെയിൻ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ആരെങ്കിലും ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടായേ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഈ ബുക്സ് പിന്നെ എടുത്ത് റീഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ എന്തായാലും നേടും എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി നമുക്ക് പിന്നെയും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു പവറാണ്. അത് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടൊക്കെ തന്നെയാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ജേർണലിംഗ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഗോളിനെ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത് എഴുതിയപ്പോൾ നിങ്ങൾ ജേർണലിംഗിൽ നിങ്ങൾക്ക് ഇന്നതാവണം അല്ലെങ്കിൽ ഇന്ന് ജോലി കിട്ടണമെന്ന് എഴുതി നിങ്ങൾ അനങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഡെഫിനറ്റ്ലി ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മൾ ബാധി എന്നുള്ളതാണ്. ദൈവം നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനുണ്ടാവുമായിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി വേണമെങ്കിൽ അത് ഒന്നും പോയി അന്വേഷിക്കാതെ ഇങ്ങനെ ഇരിക്കുക, എൻ്റെ ദൈവം തരുമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും കിട്ടില്ല. അങ്ങനെ ദൈവം തരുവാണെങ്കിൽ നമ്മൾ ആരും ഈ ഒരു അവസ്ഥയിൽ ഇരിക്കില്ല, ഒന്നുമില്ലാത്തവരായിട്ട് ഇരിക്കില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, നമ്മൾ നല്ല സ്മാർട്ട് വർക്ക് ചെയ്യണം, തിങ്ക് ചെയ്തിട്ട് നമ്മൾ നല്ലതായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് വിശ്വാസം വേണം ദൈവത്തിന്. അതിന് നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റിനെ, നമ്മുടെ ആ ഒരു പവറിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മുടെ ഗോളിനെ നമ്മൾ ഇതിലേക്ക് എഴുതുകയാണെങ്കിലേ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. നമ്മളിത് എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുക, അതേപോലെ എഴുതിയ കാര്യങ്ങൾ പിന്നെ റീഡ് ചെയ്തുകൊണ്ടിരിക്കാം. ആ സമയങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആൻഡ് മോട്ടിവേഷൻസ് കിട്ടും. അപ്പോൾ കിട്ടുമ്പോൾ നമുക്ക് ആ ഗോളിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്തുള്ളൂ. കാരണം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ മുമ്പൊക്കെ എഴുതിയിട്ടുള്ള ക്ലിപ്സ് ഞാൻ കാണിച്ചു കേട്ടോ. യൂട്യൂബിൽ ഇങ്ങനെ ആണെന്നൊക്കെ ഞാനിപ്പോൾ 1.5 years ആയിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നുണ്ട് വീഡിയോസ്. എന്നിട്ട് എനിക്ക് ഇപ്പോഴാണ് ഇച്ചിരി ഒന്ന് റീച്ച് ആയത്, ഇത്തിരി.
അപ്പം ഞാനത് ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആവാറുണ്ട്, വിഷമിക്കാറുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ എഴുതും, ഞാൻ എന്തായാലും നേടും, എനിക്ക് പറ്റും എന്നുള്ളത്. അത് എന്നെ തന്നെ ഒന്ന് കോൺഫിഡൻസ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയുള്ളൊരു പോയിന്റ് ആട്ടോ, നമുക്ക് നല്ല കോൺഫിഡൻസ് കിട്ടും. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതി വെക്കുമ്പോൾ നമ്മളത് നേടും, അത് ചെയ്യും എന്നൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബിഗ് കോൺഫിഡൻസ് കൂടെ കിട്ടും കേട്ടോ. അത് നമുക്ക് ഇതുവഴി കിട്ടുന്നതാണ്. നമ്മളുടെ ആ ഒരു മൈൻഡിൻ്റെ ഉള്ളിൽ നമുക്കുള്ള സ്ട്രെങ്ത് ഇല്ലേ, അത് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാൻ പറ്റും. നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ്, നമുക്ക് എന്തും നേടിയെടുക്കാനൊരു കോൺഫിഡൻസോ, അങ്ങനെ നിങ്ങളുടെ ഗോളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും കേട്ടോ. ഡെഫിനറ്റ്ലി എത്തിപ്പെടും. കാരണം ഞാനും ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട്. എത്തിപ്പെടുക എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്കൊരു നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ ഞാൻ എഴുതിയിട്ട് എനിക്ക് എന്നിലേക്ക് ഒരു കോൺഫിഡൻസ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ എനിക്കത് നേടിയെടുക്കാനും പറ്റിയിട്ടുണ്ട്. പലരും ഇങ്ങനെ എഴുതും, നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അതിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതാണ്. നമ്മൾക്കപ്പം എഴുതുമ്പോൾ നമുക്ക് എഴുതുന്നതിന് ഒരു ശൈലി മാറും, നമ്മൾക്ക് എഴുതുന്നതിൻ്റെ ഒരു വേ മാറും, നമുക്കൊരു സ്റ്റൈല് വരും, നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. പിന്നെ നമ്മൾക്ക് അതിൽ നമ്മൾ തന്നെ എഴുതി വെക്കുമ്പോൾ നമുക്കതിൻ്റെ ചേഞ്ച് മനസ്സിലാവും. ആദ്യം നമ്മൾ എന്തൊക്കെയാണ് എഴുതി വെക്കാം, നമുക്കൊന്നും തിരിയില്ല. പിന്നെ എഴുതി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സ്റ്റൈലേ മാറും. നമ്മൾ എഴുതുന്നതിൽ നമുക്ക് നമ്മളെ മനസ്സിലാവാൻ തുടങ്ങും, നമുക്ക് നമ്മളെ വായിക്കാൻ തുടങ്ങും, നമ്മുടെ ആവശ്യങ്ങൾ നമ്മളതിൽ അറിഞ്ഞു തുടങ്ങും. പലതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പല കാര്യങ്ങളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല, അതൊന്നും പറ്റുന്നില്ല വെച്ചാൽ ഞാൻ എഴുതി വന്നിട്ട് എനിക്കതിൽ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് ആവശ്യങ്ങളാണ് എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നമ്മൾക്ക് ചിലപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഇതാണ് എൻ്റെ സിറ്റുവേഷൻ, ഞാൻ ഈ സിറ്റുവേഷനിൽ ഇരിക്കുകയാണ്, എനിക്കിതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ചായിരിക്കും ആൾക്കാരുണ്ടാവും. ഇപ്പം എന്നെ പോലെയൊക്കെ സാധാരണ ഒരു മിഡിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ഡ്രീംസിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. ആ പരിമിതിയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ആ പരിമിതിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ നമ്മൾ എഴുതി നമ്മൾ വാചാലമാകും. കാരണം നമ്മൾ എഴുതുന്നത് നമ്മുടെ ബുക്കിലേക്കാണ്, അത് നമ്മൾ മാത്രം അറിയുന്നത്, നമുക്ക് മാത്രം തരുന്നൊരു സുഖമാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് എഴുതി തുടങ്ങും. എഴുതി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരുപാട് ആവശ്യങ്ങൾ അതിൽ കാണും. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു റെസ്ട്രിക്ഷൻസ് വെക്കാത്തിട്ട് എഴുതുമ്പോൾ നമുക്ക് മടി തോന്നിയൊക്കെ അങ്ങനെ എഴുതുക. അപ്പോഴാണ് മനസ്സിലാവുക നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ചില സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ നമ്മളത് നിറവേറ്റണമെന്നൊന്നുമില്ല കേട്ടോ, പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ആവശ്യമാണെന്ന്. പലപ്പോഴും ഞാൻ പറയാം, എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇപ്പോഴും ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കുഴപ്പമില്ലാതെയൊക്കെ എനിക്ക് എല്ലാം ചെയ്തു തരാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ആ ഒരു സ്റ്റെക്ക് തന്നെയാണ്. എനിക്ക് അതിൽ കൂടുതൽ കുറച്ചൊരു ഹാഷ് ബുഷ് ആയിട്ടുള്ള ലൈഫ് ഒന്നും വേണ്ട. കാരണം ഞാൻ ഇപ്പോഴും ആ സ്റ്റെക്ക് തന്നെയാണ്. അതെന്താ എൻ്റെ ലൈഫ് അങ്ങനെ വന്നത്? പക്ഷേ ഞാൻ എഴുതുമ്പോൾ എനിക്ക് അറിയുന്നുണ്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ ആ സ്റ്റെക്കിൽ തന്നെയാണ്. കാരണം എൻ്റെ ലൈഫ് അങ്ങനെ ആയിരുന്നു, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ആയിരുന്നു, എൻ്റെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു. ഞാൻ ആ ലൈഫ് സ്റ്റൈലിനെ ഇപ്പോഴും റൂട്ടീൻ ചെയ്യുന്നത്. പക്ഷേ ഈ കുറച്ചൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നൊക്കെ ഇപ്പോൾ എനിക്ക് തിരിച്ചറിയുന്നുണ്ട് അത് എഴുതുമ്പോൾ. അപ്പോൾ കുറച്ച് ആവശ്യങ്ങളിലേക്കൊക്കെ ഞാൻ മാറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മൾ അതിനെ വേണമോ വേണ്ടയോ എന്നൊക്കെ ഡെഫിനറ്റ്ലി എഴുതി നോക്കണോ മനസ്സിലാവും. കാരണം ഇപ്പം എനിക്കതിനെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ ഉള്ളിലെ ആവശ്യങ്ങളെ, ഉള്ളിലും മറിഞ്ഞെടുക്കുന്ന ആവശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങും. നിങ്ങൾക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. കുറച്ചും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആവും, നിങ്ങൾ ആവശ്യങ്ങൾ എന്തായാലും നേടിയെടുക്കുകയും ചെയ്യും. സമയത്ത് ഞാൻ വളരെ പരിതാപകരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം എടുത്ത് നോക്കുമ്പം അതിൽ ചേഞ്ച് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്ക് എൻ്റെ മെമ്മറീസ് അവിടെ സ്റ്റോർ ആവുകയാണ്. കാരണം എനിക്ക് അത് കുറച്ചും കൂടെ കരുത്ത് തരുവാണ്. കാരണം ഇപ്പോഴും ചിലപ്പോൾ സ്റ്റക്കായിട്ടാണ് ചില സമയത്ത് ഉള്ളത്. ആ സമയത്ത് ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പഴയ ഞാൻ എഴുതി വെച്ച കാര്യങ്ങളെടുത്ത് വായിക്കുന്ന സമയത്ത് അത്രയും സീറോയിലിരുന്നിട്ട് ഞാൻ ഇവിടെ എത്തിയില്ലേ, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തരുന്നുണ്ട്. നമ്മുടെ മെമ്മറീസ്, നമ്മുടെ പഴയ മെമ്മറീസ് നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പലപ്പോഴും പലത് നേടി വന്ന സ്ഥലത്ത് പെട്ടെന്ന് നമ്മൾ ഫ്ലോപ്പായി പോകുന്ന സമയത്ത് നമ്മൾ ബാക്കിലേക്ക് നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിലേ ഇറ്റ്സ് ഓക്കെ, ഞാൻ അന്ന് ആ ലെവലിൽ ഈ ലെവലിൽ എത്തി, എനിക്ക് പറ്റുന്നുണ്ട്, എനിക്ക് പറ്റിയിട്ടുണ്ട്, അപ്പോൾ എനിക്കിനിയും പറ്റും. അപ്പോൾ നമ്മുടെ മെമ്മറീസ് ഒക്കെ അതിൽ സ്റ്റോർ ആയിരിക്കും. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഡൗൺ ആയിട്ടിരിക്കുന്ന 2 ദിവസം മുമ്പ് ഞാൻ വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കര എനർജി കിട്ടി. കാരണം നമ്മുടെ ആ മെമ്മറീസ് നമുക്കിപ്പോൾ വായിക്കുമ്പോൾ അന്നത്തെ ആ ലെവലിൽ നിന്ന് ഞാൻ ഇന്നിപ്പോൾ ഈ ലെവലിലാണ്. അപ്പം എനിക്കത് മനസ്സിലാക്കാൻ, ആ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജേർണൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെമ്മറീസിനെ എപ്പോഴും സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംഭവം കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ ജേർണലിൽ എനിക്ക് എഴുതിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്ന ഗുണങ്ങൾ കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ ഭയങ്കര പേഷ്യൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ജേർണിയിൽ ഞാൻ എൻ്റെ ഗോൾസ് എഴുതി, പക്ഷേ ഗോൾസ് എഴുതിയിട്ട് എനിക്ക് കിട്ടാൻ ഇത്രയും ടൈം എടുത്തു. പക്ഷേ ഞാൻ പേഷ്യൻ്റായിട്ടല്ലേ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ക്ഷമയോടെ ഇരുന്നില്ലേ. അപ്പം നമുക്ക് ക്ഷമയൊക്കെ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതാത്തവരാണോ തീർച്ചയായിട്ടും ട്രൈ ചെയ്യട്ടോ. ഡെയിലി എഴുതണമെന്നൊന്നും ഞാൻ പറയില്ല, ഡെയിലി എഴുതുകയാണെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മുടെ മനസ്സിനെ നമുക്ക് എഴുതി വെക്കുമ്പോൾ ഒരു സുഖമാണ്. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് തോന്നുന്ന സമയത്തെങ്കിലും ഒരു പേപ്പറിലേക്ക് എഴുതാൻ വേണ്ടിയെങ്കിലും ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മെൻ്റലിനെ, ആ ഒരു ചേഞ്ചിനെ, നിങ്ങളുടെ മൈൻഡിൻ്റെ ആ ഒരു ചേഞ്ചിനെ തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ ചെയ്യുന്നവരായിരുന്നത് സ്ട്രെസ് റിലീഫ് നന്നായിട്ടുണ്ടാവും. നമുക്കത് എഴുതി കഴിയുമ്പോൾ
എന്തോ ഒന്ന് ഇറങ്ങിപ്പോയൊരു സുഖം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.